ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അത് ഇന്ന് നടക്കുകയാണ്. 11 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത്. മാത്രമല്ല ഇതിന് ഒരു കുറച്ചും കൂടിയൊക്കെ ഒരു പ്രാധാന്യം കൂടി ഈ ഒരു മൂന്നാം ഘട്ടത്തിനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ബി ബാലഗോപാലിനോട് ചോദിക്കാം. ബാലഗോപാൽ ഉണ്ട് നമുക്കൊപ്പം. ബാലു, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാജ്യം ഇന്ന് മൂന്നാം ഘട്ട വിധി എഴുത്തുകയാണ്. പിന്നെ മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മോദി കാ ഗ്യാരണ്ടി. അപ്പോൾ ആ ഒരു ആപ്തവാക്യം അത് പിന്തുടർന്നുകൊണ്ട് ഒരു ഡസനോളം കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇന്ന് ജനവിധി തേടുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് വോട്ടിംഗ് ഒക്കെ എപ്പോഴാകും ആരംഭിക്കുക? എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യമൊക്കെ? ആൾക്കാരൊക്കെ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതു, അല്പസമയത്തിന് മുമ്പ് തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 11 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. സേതു പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട പലരും മത്സരിക്കുന്ന, പല രാഷ്ട്രീയ നേതാക്കളും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത ഇന്ന് ഈ ഘട്ട പോളിങ്ങിന് ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ തന്നെ മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ്, കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, സുപ്രിയ സുലെ, ഏറ്റവും വലിയ, അതായത് ഈ ഇന്ത്യ തന്നെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പായ ബാരാമതിയിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലൊക്കെ ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഘട്ടത്തിലെ വോട്ടെടുപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം 2019 NDAക്ക് വലിയ ഒരു മുന്നേറ്റം ലഭിച്ചിരുന്ന മണ്ഡലങ്ങളിലാണ്, ഭൂരിഭാഗം മണ്ഡലങ്ങളിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 2019 ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 93 മണ്ഡലങ്ങളിൽ 75 മണ്ഡലങ്ങളിലും NDA ആയിരുന്നു വിജയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 2024 2019 ആവർത്തിക്കുക, അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ, കാരണം 400 സീറ്റൊക്കെയാണ് BJP NDA ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഘട്ട തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഈ ഘട്ടത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. 2019 ലഭിച്ച 75-നേക്കാളും കൂടുതൽ സീറ്റുകൾ ഈ ഘട്ടത്തിൽ ലഭിക്കേണ്ടതായുണ്ട്. പക്ഷേ നമുക്കറിയാം, മധ്യപ്രദേശിലും അതുപോലെ തന്നെ കർണാടകത്തിലുമൊക്കെ 2019 നിന്ന് വിഭിന്നമായി കനത്ത ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആ 14 മണ്ഡലങ്ങളിലും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. മധ്യപ്രദേശിൽ തീപാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലും ഇന്ന് മത്സരം നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ബാരാമതി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഇന്ന് പൊതുവെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഈ ഉത്തരേന്ത്യയിലെയും അതുപോലെ തന്നെ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലുമൊക്കെ കനത്ത ചൂടാണ്. ഈ ആദ്യ 2 ഘട്ട പോളിംഗിൽ ഈ ചൂട് കാര്യമായി തന്നെ ഈ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിൽ നിന്ന് അതിന് പരമ്പരാഗതമായ രീതിയിലുള്ള പോളിംഗ് ആദ്യ 2 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലും ഈ കനത്ത ചൂട് എങ്ങനെ പോളിംഗിനെ ബാധിക്കുമെന്ന ആശങ്ക പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് പരമാവധി വോട്ടർമാരെ ഈ ബൂത്തുകളിൽ എത്തിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഫലം കാണുമോ എന്ന കാര്യം ഈ വരും മണിക്കൂറുകളിലാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നിർണായകമായ 93 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഈ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നത്.